السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാനമുള്ളവരെ, 7-ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിൽ നിന്നും പ്രകാശദീപവുമായി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളെ അയവിറക്കുന്ന ഈ തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രബന്ധത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന വാഹന പ്രചാരണ ജാഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ വളരെ യാന്ത്രികമായ ജീവിതമാണ് നയിക്കുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അന്യം നിന്നു പോയിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ പൈശാചികതയുടെ കൂത്തരങ്ങളായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർക്കഥയായി തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പകൽക്കൊള്ളയും അക്രമവും അനീതിയുമൊക്കെ നിത്യവാർത്തകളായി നിസ്സാരമാക്കപ്പെടുകയാണ്. നമ്മുടെ ലോകം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്ന് പറയുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾക്ക് ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയേറി വരുന്നത്. പ്രവാചകന്റെ ദൗത്യകാലത്ത് അന്നുണ്ടായിരുന്ന ജനതയുടെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ജീവിത പാഠങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ പറ്റിയിട്ട് ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ താളം കെടുത്തിയിരുന്നു. അന്നവർ കല്ലിനെയും പുല്ലിനെയും മണ്ണിനെയും ആരാധിക്കുവാൻ തുടങ്ങിയിരുന്നു. മാലാഖമാരെയും കൂടെ ഉണ്ടായിരുന്നവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കളെയും അവർ ആരാധനാ ബിംബങ്ങളാക്കി മാറ്റി. പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങളെ തന്നെ അവർ ആരാധനാ പാത്രങ്ങളായി സ്വീകരിച്ചു. സ്വയം പ്രതിഷ്ഠിച്ച ഈ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നരബലികൾ പോലും നടത്താൻ മടിച്ചിരുന്നില്ല. ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് പൗരാണിക പുരോഹിതന്മാരും ജ്യോത്സ്യ ഭാവി പ്രവചനക്കാരും അവരുടെ ചൂഷണങ്ങളുടെ പുത്തൻ കവാടങ്ങളെ അവർക്ക് മേൽ മലക്കെ തുറന്നു വെച്ചു. ഈ ഇരുണ്ട സാഹചര്യത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയ്ക്ക് മുമ്പിലേക്ക് എത്തുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ പാഠങ്ങളുമായിട്ടാണ് അവർക്ക് മുമ്പിലേക്ക് കടന്നു വന്നത്. പ്രപഞ്ച സൃഷ്ടാവായ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, അവനെ മാത്രം നിങ്ങൾ ഭയപ്പെടുവിൻ എന്ന ആശയം അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശിച്ചു. അതുപോലെ മനുഷ്യർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ മറ്റ് സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്തിൽ തലകുനിക്കരുത് എന്ന വിമോചനത്തിൻ്റെ ആശയം അദ്ദേഹം ജനങ്ങൾക്ക് നൽകി. ഈ ആശയത്തെ ഉൾക്കൊണ്ടവർ ഏകദേശം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബഹുദൈവാരാധനയെ കടപുഴക്കിയെറിഞ്ഞു. ദൈവത്തിൻ്റെ പേരിൽ അടങ്ങുവാണിരുന്ന ചൂഷണങ്ങളെയൊക്കെ, പൗരോഹിത ചൂഷണങ്ങളെയൊക്കെ കടപുഴക്കിയെറിഞ്ഞു. എന്നിട്ട് ലോകത്തിൻ്റെ നെറുകയിലിരുന്നു കൊണ്ട് ലോകം തന്നെ ഭരിക്കാൻ മാത്രം അത്രത്തോളം കഴിവുള്ളവയെ അവരെ വളർന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ നടത്തിയ ആ ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ ശക്തി അത്രത്തോളമായിരുന്നു എന്നാണ്. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകനുമായ സർ ജോർജ് ബെർണാണ്ടസ് ഷായുടെ പുസ്തകത്തിലെ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം തൻ്റെ ദ ജെന്യുവിൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving its problems in a way that would bring it the much needed peace and happiness. ആധുനിക ലോകത്തെ മനുഷ്യരുടെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാൾ ഏറ്റെടുക്കുമായിരുന്നുവെങ്കിൽ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും
അതിലെ പ്രശ്നങ്ങളെ അദ്ദേഹം പരിഹരിക്കുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾക്ക് ഇന്നും നമ്മുടെ കാലം കാതോർക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ ഇന്നും പുരാണ മരുഭൂ നിവാസികളുടെ നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആധുനിക മനുഷ്യർ അഭ്യസ്ത വിദ്യരും വളരെ ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സാമൂഹിക നായകന്മാരും നേതാക്കന്മാരും മന്ത്രിമാരുമൊക്കെ ആണെങ്കിലും ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ പോലും മടിയില്ലാത്ത ലജ്ജയില്ലാത്തവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പശുവിൻ മാംസം ഭക്ഷിച്ചതിൻ്റെ പേരിൽ പശുവിനെ വിറ്റതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ കച്ചവടം ചെയ്തതിൻ്റെ പേരിൽ മാത്രം ജനങ്ങളെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ്. കല്ലിനെയും പുല്ലിനെയും മണ്ണിനെയും എലിയെയും പുലിയെയും പശുവിനെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. പശുവിൻ്റെ മൂത്രത്തെ കുടിച്ചുകൊണ്ട് അതിൻ്റെ ദൈവാനുഭൂതി നുകരുവാനും ചാണകത്തിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുവാനും വരെ അത്രത്തോളം നമ്മുടെ ജനങ്ങളിലേക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. ദൈവേതര സൃഷ്ടിക്ക് ദിവ്യത്വം കൽപ്പിച്ചതിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം കൊണ്ട് മാത്രമേ ജനങ്ങളെ ഈ ബഹുദൈവാരാധനയുടെ അന്ധതയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളും പീഡനങ്ങളും എന്നുള്ളത്. സ്ത്രീ സുരക്ഷ, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നമ്മുടെ ചാനലുകളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഇത് ചർച്ചാ വിഷയമായതാണ്. മതേതര വിദ്യാഭ്യാസ മേഖലകളിലും സ്ത്രീകൾക്ക് സുരക്ഷയും സമാധാനവും കിട്ടേണ്ടതിന് പകരം അവർ പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. വെറും സിനിമാ മേഖലയിൽ മാത്രമല്ല, സ്ത്രീ പുരുഷൻ അനിയന്ത്രിതമായിട്ട് ഇടപഴകുന്ന എല്ലാ മേഖലകളിലും സ്ഥിതി ഇത് തന്നെയാണ്. കേരള പോലീസിന്റെ 2024 ഔദ്യോഗിക കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ മാത്രം പ്രതിവർഷം ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ 18,890 അതുപോലെ ദ മെൻ ആൻഡ് വുമൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളും ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും 18,987 അതായത് ഓരോ മണിക്കൂറിലും 87 സ്ത്രീകളാണ് ഈ ലൈംഗികമായ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരെയാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് ഇറങ്ങി ഉത്ബോധനം നൽകിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തേക്ക് വരുന്ന കാലഘട്ടം എന്നുള്ളത് ഇരുണ്ട കാലമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കാലത്ത് പുരാണ സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുവാൻ പോലും അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. ആ കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ വന്നിട്ട് സ്ത്രീ വിമോചനത്തിന്റെ ഉത്ബോധനം നൽകിയത്. ഒരു പ്രശസ്ത ഇന്ത്യൻ ദാർശനികനായ പ്രൊഫസർ KS രാമചന്ദ്രൻ റാവു അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഹ്യൂമൻ ലൈഫ് എന്നാണ്. മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണം. അദ്ദേഹം തന്നെ തുടർന്നുള്ള വരികളിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് ദ ഇമാൻസിപ്പേറ്റർ ഓഫ് വുമൻ എന്നാണ്. സ്ത്രീ വിമോചനത്തിൻ്റെ ഉദാത്ത മാതൃക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത്രത്തോളമായിരുന്നു പ്രവാചകൻ സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ അവർക്കുള്ള സുരക്ഷയും നൽകാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഉത്ബോധിച്ചത്. പീഡിതരും മർദ്ദിതരുമായ ആ സ്ത്രീ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇന്നും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവരുടെ അവകാശങ്ങളെ പറ്റി പറയുമ്പോഴും ഉൾക്കൊള്ളാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ്, പെൺകുഞ്ഞുങ്ങളാണ് ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുന്നത്.
നമ്മൾ ആധുനിക ലോകത്തെത്തിയിട്ടും 21-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലെത്തിയിട്ടും മനുഷ്യർക്ക് ഇന്നും ആ ഒരു ബോധം വന്നിട്ടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ പകുതി വരുന്ന ഈ സ്ത്രീ സമൂഹത്തിന് അവരുടെ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും സമാധാനവും ലഭിച്ചുകൊണ്ട് മാന്യമായി ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടിയിരിക്കുന്നു. എന്ന് നമ്മുടെ സമൂഹം അതിനെ ഉൾക്കൊള്ളുവാൻ സംതൃപ്തരാകുന്നു, അന്ന് മാത്രമേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഗ്രാമങ്ങളെയും അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി എന്നുള്ളത്. വെറും 12-13 വയസ്സുള്ള ചെറിയ കുട്ടികളിൽ തുടങ്ങി കൗമാരപ്രായക്കാരും നടുവൊടിഞ്ഞ വൃദ്ധന്മാർ വരെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളും അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിഭാഗ ശതമാനവും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കാലങ്ങളിൽ നമ്മൾ പാശ്ചാത്യ സമൂഹത്തിൽ മാത്രം കണ്ടിരുന്ന ഒരു ലഹരി ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മക്കളിൽ തന്നെ കാണപ്പെട്ടു വരികയാണ്. കേരള പോലീസിന്റെ ഒരു സർവേ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രമായിട്ട് 40% ലഹരിയുടെ ഉപഭോക്താക്കളും 18 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അതിലൊരു വലിയ ശതമാനവും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ മനസ്സ് വളരെ പ്രയാസപ്പെടുന്നുണ്ടാവും. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. 2023 ഏപ്രിൽ 11 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു ദിനപത്രത്തിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: ഷാർപ്പ് റൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. കൃത്രിമ ലഹരിയുടെ ഉപയോഗത്തിൽ കേരളത്തിൽ മാത്രം കുതിച്ചുയർപ്പ് എന്ന്. MDMA, LSD, കൊക്കെയിൻ, മിത്തോഫോറിയം, കഞ്ചാവ് തുടങ്ങിയ മാരകമായ ലഹരി വസ്തുക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണയായി വിൽക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. UP സ്കൂളുകൾ തുടങ്ങി പ്രൊഫഷണൽ ക്യാമ്പസ് വരെ എല്ലായിടത്തും ഇതിന്ന് സജീവമായി നടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ വലിയ നേതാക്കന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ ഇതിനെതിരെ പല നടപടികൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അതിനെ പിടിച്ചുകെട്ടാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ജനങ്ങളെല്ലാം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിൽ ഊഴ്ന്നിറങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നത് മദ്യമില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ അത് മരണത്തിന് തുല്യമാണെന്നാണ്. അതുപോലെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ മുന്തിരിവള്ളികൾക്ക് കീഴിൽ അടക്കം ചെയ്യണം, എന്നിട്ട് അതിൻ്റെ വേരുകളിൽ നിന്നും ഊഴ്ന്നിറങ്ങുന്ന മദ്യം ലഭിച്ചുകൊണ്ട് നമ്മുടെ ദ്രവിച്ചു പോകുന്ന എല്ലുകൾ സായുജ്യമടങ്ങട്ടെ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്, അവർ പറഞ്ഞിരുന്നത്. ഇത്രത്തോളം അവരുടെ മനസ്സിനെയും അവരുടെ ശരീരത്തെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ലഹരി അവരെ ഉപയോഗം കൊണ്ട് മനസ്സിനെ മാറ്റിയിരുന്നു. ഇതിൽ നിന്നുമൊക്കെ ആ ഒരു സമൂഹത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിട്ടയായ ഒരു മാർഗത്തിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ഇതുപോലത്തെ അവസ്ഥയായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത്. എന്നിട്ടും പ്രവാചകന്റെ കൃത്യമായ നടപടികൾ കൊണ്ട് അതിനെ മാറ്റാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഇന്ന് അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ, പുതിയ സമൂഹത്തിനെ രക്ഷപ്പെടുത്തിക്കൂടാ? വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള 220 ദശലക്ഷം വരുന്ന ജനങ്ങളും അവരുടെ ദിവസേന വരുമാനം 32 രൂപയിൽ കുറവാണ്. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചുയർന്നു എന്ന് നമ്മൾ ഗീർവാണം മുഴക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യം വളരെ കടുത്ത ദാരിദ്ര്യത്തിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 63% വരുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിലാണെന്നാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം പുറത്തു വരുന്നത്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തെങ്ങും പലിശയും അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്ന എല്ലായിടത്തും മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് സാമ്പത്തികം എന്നുള്ളത്. പണക്കാരൻ കൂടുതൽ പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക്
ഒരു സന്ദർഭമുണ്ടായിരുന്നു. അന്ന് ആ ഒരു ജനതയ്ക്ക് സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സന്തുലിതാവസ്ഥ നടത്താൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസവും അതുപോലെ തന്നെ ക്യാപിറ്റലിസവും വന്നിട്ടുള്ളത്. എന്നിട്ടും ഏകദേശം ഒരു നൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ട് പോലും അവർക്ക് ഇന്നും അതിനെ കീഴടക്കാൻ അല്ലെങ്കിൽ അതിൽ സമത്വം നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ രാജ്യം ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. എന്നാൽ പ്രവാചകന്റെ കാലത്ത് സദഖയോ സക്കാത്ത് സ്വീകരിക്കാൻ പോലും ജനങ്ങളില്ലാത്ത ഒരവസ്ഥ വന്നിരുന്നു. എത്രത്തോളം എന്നാൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ അത്രത്തോളമാണ് അവർക്ക് സാഹോദര്യവും സമാധാനവും അതുപോലെ തന്നെ നൽകിയിരുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പറഞ്ഞത് فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المضاعفون. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾ അവരുടെ അവകാശം നൽകുക, അതുപോലെ ദരിദ്രർക്കും അഗതികൾക്കും തെരുവിൻ്റെ മക്കൾക്കും അവരുടെ അവകാശം നൽകുക. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രീതിയാണ് തേടുന്നതെങ്കിൽ നിങ്ങൾ തന്നെ വിജയിക്കുക ചെയ്യും തീർച്ച. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തന്നിരുന്നു. നമ്മുടെ ലോകം എന്ന് പ്രവാചകൻ കാണിച്ചു തന്ന ആ മാർഗത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, അന്ന് മാത്രമേ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടുകൂടിയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജനങ്ങൾക്ക് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സാമൂഹിക പരിവർത്തനത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രത്തെയും മനസ്സിലാക്കുവാൻ അതുപോലെ തന്നെ അതിനെ ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.